ഇവിടുത്തെ വികസനം എന്തെങ്കിലും ഉണ്ടോ? നല്ല വികസനമല്ലേ ഞങ്ങൾ വികസിക്കാറുണ്ട്. കണ്ടപ്പോ തന്നെ മനസ്സിലായി വികസനം. രാഘവൻ തന്നെ വിജയിക്കുള്ളൂ. കാരണം ഓട്ടോറിക്ഷക്കാർക്ക് അമ്മാരി പണിയല്ലേ മാർക്കറ്റുകാർ തന്ന്. വടകര പോലുള്ള ഒരു സ്ഥലത്ത് ശൈലജ ടീച്ചറെ എതിർക്കാന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിലൂടെ എങ്ങനെയായി കഴിഞ്ഞു? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, എന്റെ നടക്കണൊക്കെ ഉണ്ട്. ഇവിടെ ബിജെപിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? എം.ടി. രമേശ് ആണ് സ്ഥാനാർത്ഥി. അത് പറയാൻ പറ്റൂല. കോഴിക്കോട് നോർത്തിലൊക്കെ കുറച്ച് വോട്ടുണ്ടല്ലേ ബിജെപിക്ക്? എന്നാലും മൊത്തത്തില് എങ്ങനെയാണ് ട്രെൻഡ്? ആർക്ക് അനുകൂലമാണ്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും എംഎൽഎ ആയിട്ടുള്ള വ്യക്തിയാണ് 2006-ലും 2011-ലും. എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ? ഇളമര കരീം ഒരു നല്ല കാൻഡിഡേറ്റ് ആണോ? കുഴപ്പമില്ല. കഴിഞ്ഞ അവിടുത്തെ വിജയരാഘവനേക്കാൾ നല്ല കാൻഡിഡേറ്റ് ആണ്. ഇവിടുത്തെ വികസനം എന്തെങ്കിലും ഉണ്ടോ? നല്ല വികസനമല്ലേ ഞങ്ങൾ വികസിക്കാറുണ്ട്. കണ്ടപ്പോ തന്നെ മനസ്സിലായി വികസനം. ഇനി എങ്ങനെയാണ്? ഇളമര കരീമിനാണോ രാഘവനാണോ സാധ്യത? അത് ഇളമര കരീമിന് തന്നെ. ഇളമര കരീമിന് തന്നെയാണ്. കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ ആളെ വ്യക്തിത്വത്തിന്റെ ഉള്ള ഒരു മാർക്ക് ഉണ്ടാവില്ല. നിരവധി തവണ ബേപ്പൂർ എംഎൽഎ ആയിട്ടുള്ള വ്യക്തിയാണ്. അതെ അതെ അതെ, ആളെ കുറിച്ച് അറിയുന്ന ആൾക്കാരെ ആക്കെ വോട്ട് ചെയ്യുള്ളൂ. എം.കെ. രാഘവന്റെ ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഗിമിക്സ് ആണെന്നാണോ ചേട്ടൻ പറയുന്നത്? അങ്ങനെയല്ല, പ്രത്യേകിച്ച് എനിക്ക് താല്പര്യമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞത് ഇളമര കരീമിന് താല്പര്യമാണ്. പക്ഷേ ഒരു മൊത്തത്തിലുള്ള ട്രെൻഡ് രാഘവൻ അനുകൂലം എന്നാണല്ലോ ചേട്ടാ പറയുന്നത്. എങ്ങനെയായാലും ഇവിടെ ജയിക്കുകയാണെങ്കിൽ ഇളമര കരീമേ ജയിക്കുള്ളൂ. 100% ഉറപ്പ്. 100%. ഇത്തവണ വോട്ടിംഗ് പെർസെന്റ് കൂടുതലായിരിക്കും അല്ലേ? അതെ തീർച്ചയായും. കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് 85,000 വോട്ടിന് ഏറ്റവും ജനകീയ പ്രദീപ് കുമാറിനെയാണ് തോൽപ്പിച്ചത്, കോഴിക്കോട് സൗത്ത് എംഎൽഎ അല്ലേ? അത് നോക്കണ്ട, എന്തായാലും മാറ്റം മാറിയല്ലോ. എന്തായാലും ഇളമര കരീമേ തന്നെ ജയിക്കും. ഇപ്പൊ ഇടതുപക്ഷത്തിന് സീറ്റുകൾ എത്ര കാണും ചേട്ടാ? 20-ൽ എത്ര കിട്ടും ഇടതുപക്ഷത്തിന്? 20-ൽ എത്ര കിട്ടും എന്ന് വെച്ചാൽ കറക്റ്റ് അറിയില്ല. എന്തായാലും ഇവിടെ ഇളമര കരീമേ ജയിക്കും എന്നുള്ള ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടം എങ്ങനെ ഇരിക്കുന്നു? മുന്നോട്ട് പോകുന്നുണ്ട്. ഇളമരം കരീമും എം.കെ. രാഘവനും തമ്മിലാണ്. രാഘവന്റെ 4ാം ഊഴമാണ്. എങ്ങനെയാണ് ഇവിടെ നോക്കി കാണുന്നത്? രാഘവൻ തന്നെ വിജയിക്കുള്ളൂ. കാരണം ഓട്ടോറിക്ഷക്കാർക്ക് അമ്മാരി പണിയല്ലേ മാർക്കറ്റുകാർ തന്ന്. കഴിഞ്ഞ തവണ എം.കെ. രാഘവൻ ജയിച്ചത് 85,000 വോട്ടിനാണ്. അതും ഏറ്റവും ജനകീയനായ പ്രദീപ് കുമാറിനെയാണ് തോൽപ്പിച്ചത്. ഇത്തവണ എങ്ങനെയാണ്? അതിലും ഭൂരിപക്ഷത്തോടെ ജയിക്കും. അതിലും വലിയ ഭൂരിപക്ഷം. അപ്പം കേരളത്തിൽ UDF തരംഗമാണെന്നാണോ ചേട്ടൻ പറയുന്നത്? അതെ, അത് ഉറപ്പല്ലേ. അത് രാഹുൽ എഫക്ട് കാരണമാണോ അതോ പിണറായിയോടുള്ള ജനരോഷമാണോ? പിണറായിയുടേതല്ല, നമ്മ ഓട്ടോറിക്ഷക്കാർക്ക് പണി എന്നതിനോട് ഓട്ടോറിക്ഷക്കാരെ വോട്ട് കംപ്ലീറ്റ് കോൺഗ്രസിനായിരിക്കും. തീർച്ചയായിട്ടും. ദിവസേന ജോലി ചെയ്ത് ജീവിക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണ് സർക്കാർ പരിഹരിക്കാത്തത്? നമ്മൾ തന്നെ കണ്ടില്ല, ഈ 2000 വണ്ടി ഇപ്പൊ കരണ്ടിന്റെ വണ്ടി ഇറങ്ങി. സാധാരണക്കാരന് പണിയെടുക്കണ പണി കംപ്ലീറ്റ് നിന്ന്. 1000 റുപ്യന്റെ പണി എടുക്കണപ്പോ 250-300 റുപ്യ ആയിട്ടാ വീട്ടിൽ പോണ്. 400 റുപ്യ വാടകയും 350 റുപ്യ ഡീസലും അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വരുമാനം അതാണ്. അപ്പോ പ്രശ്നത്തിലാണ്. ഇതിനൊരു പരിഹാരം നിങ്ങള് സംഘടനയിലൊന്നും പറഞ്ഞില്ല? പറഞ്ഞില്ല. എന്ത് ചെയ്യാനാ? ഗവൺമെന്റ് കൊടുക്കണ CCക്ക് ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് തിരിച്ചടിയായി വരും. തിരിച്ചടി തന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കാം അല്ലേ? എവിടുത്തെ വോട്ടറാ? വടകര. ഓക്കെ. UDFന് അനുകൂലമാണോ സാഹചര്യങ്ങൾ, അതോ ഇടതുപക്ഷത്തിന് ഒരു വ്യക്തി ഉണ്ടാവുമോ? ഇടതുപക്ഷത്തിന് ഞാൻ അങ്ങനെ ഒരു കക്ഷിരാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും ഇപ്പോ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്രതിനിധി നമുക്കറിയാം എവിടെ എത്തി നിൽക്കുന്നുണ്ട്. നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിലും ഇനിയിപ്പം കോവിഡ് മാത്രമല്ലാണ്ട് ഒരു ആധുനികവൽക്കരിക്കപ്പെട്ട ഒരുപാട് ഹോസ്പിറ്റലുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം സ്ത്രീ. അപ്പോ ഷാഫി പറമ്പിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാരണം വെച്ചാൽ യൂത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാണ്. പക്ഷെ വടകര പോലുള്ള ഒരു സ്ഥലത്ത് ശൈലജ ടീച്ചറെ എതിർക്കാന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ് എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്. അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മള് ആ ടീച്ചറെ നില മാത്രമല്ല എവിടെയൊക്കെ എത്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. അതുപോലെ ഈ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ചെമ്പട എന്ന് പറഞ്ഞ് അവിടെ ശൈലജ ടീച്ചർക്ക് അനുകൂലമാക്കിയത് അതൊക്കെ ഒരു ചീപ്പ് ഷൈനിങ് ആയി തോന്നുന്നില്ലേ? ഓരോരുത്തർക്കും ഓരോ വ്യക്തി രാഷ്ട്രീയങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ UDFനെ സഹായിക്കലായി തോന്നില്ല. അതുകൊണ്ടാവും, അത് അനുകൂലിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും വ്യക്തി രാഷ്ട്രീയം. വടകരയിൽ പലരും പറയുന്നത് CPIMന്റെ തോൽവിക്ക് കാരണമാകാൻ പോകുന്ന ഒരുപക്ഷെ അങ്ങനെ ആയാൽ അത് P ജയരാജന്റെ കളിയായിരിക്കും എന്നാ പറയുന്നത്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ കക്ഷി രാഷ്ട്രീയത്തിന് കൊണ്ടല്ല ഞാൻ പറയാം. ശൈലജ ടീച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ പറയുന്നത് വെച്ചാൽ അവര് വ്യക്തിപരമായുള്ള വോട്ടുകളാണ് ഞാൻ പറയുന്നത്. പാർട്ടി തലത്തിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതിപ്പോ പല പ്രശ്നങ്ങളുണ്ട്. എല്ലാ പാർട്ടികളിലും ഓരോ പ്രശ്നങ്ങളുണ്ട്.
പക്ഷെ ഓരോ പാർട്ടികൾ എടുത്ത് നമ്മളിപ്പോ സംസാരിക്കണം, അത് സംസാരിക്കുന്ന രീതി പലതും ഉണ്ട്. പക്ഷെ അതിൽ നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുറെ മുന്നേ ഒക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്, പൊതിച്ചോറ്. അത് കൊടുത്തതിന്റെ നന്മയാണ് പറഞ്ഞത്. ഹോസ്പിറ്റലുകളിൽ മരുന്നില്ലാത്ത അതിന്റെ പക്ഷെ അതിന്റെ ഇടയിലും വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം വലിയ വിഷയമാണ്. അത് വലിയ തകരാണ്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാത്തിലും ഒരു ചിക്കനും കോട്ടനും ചേട്ടനും എല്ലാം ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാന്നുള്ളതാണ്. അതിപ്പോ ഞാൻ അടങ്ങുന്ന ആർക്കാണ് എന്താണോ തോന്നുന്നത്. പക്ഷെ ഇടതുപക്ഷം ചിഹ്നം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. കുറച്ച് സീറ്റെങ്കിലും കിട്ടിയിട്ട് അവരുടെ ചിഹ്നം വരെ നഷ്ടപ്പെടുമെന്നാണ് AK ബാലൻ പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ എന്റെ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഞാൻ കറുതന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്, ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്ന് വെച്ച് ഞാൻ ഒരാളോട് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇന്നത്തെ കാലത്തെ വിലയിരുത്തി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ വന്ദേ ഭാരത് പോലുള്ള അതൊന്നും നോക്കണ്ട. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ 2-3 ദിവസം മുന്നേയുള്ള അല്ലെങ്കിൽ മണിപ്പൂർ കലാപങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ റെയിൽവേ ഇത് തന്നെ, അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നാളെ മറ്റന്നാൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ യുവാക്കൾ എവിടെ എത്തണം എന്നുള്ളത് ചിന്തിക്ക്. എത്ര തൊഴിലവസരങ്ങൾ ഇവിടെ ഇപ്പം കെട്ടിക്കിടക്കുന്നത്. ഞാൻ അടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഒരുപാട് അവസരങ്ങൾ. പഠിക്കുകയാണോ? ഞാൻ പഠിക്കുകയാണ്. എന്തിനാണ്? ഞാനിപ്പോ IDD എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഒരു കോഴ്സാണ്. അപ്പൊ ഈ കോഴ്സിന് പോലും ഭയങ്കര ടൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റ് വരുന്നത്? നമ്മുടെ ഇന്ത്യക്ക് വേണ്ടത്, അതിപ്പോ ഏത് പാർട്ടി ആയാലും അത് ചെയ്യേണ്ടത് ധർമ്മങ്ങൾ കറക്റ്റ് ചെയ്തു തരണം.